ഒത്തിരി റൈഡിംഗ് റിപ്പോർട്ടിലേക്ക് നോടുന്നു. അടുത്ത യാത്ര ചെന്നൈയിലേക്കാണ്. അവിടെ ഒരു ഭരതൻ എസ് ഉണ്ട്. ഭരതൻ എസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരാൾ കടന്നിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയുന്ന ഒരു പെട്ടെന്നൊരു ക്യാരക്ടർ അല്ലേ? ആ ഭരതൻ എസ് കുറിച്ചല്ല പറയാൻ പോകുന്നത്. അതാണെന്ന് അറിയോ? നമ്മുടെ 6-ാം തമ്പുരാനിലെ ഭരതൻ എസ്. പക്ഷേ ഇത് വേറൊരാളാണ്, തമാശക്കാരനല്ലാത്ത ഒരു ഭരതൻ എസ്. സാമൂഹിക പ്രവർത്തനമാണ് കോഴിക്കോട് ചെറുവട്ട സ്വദേശിയായ KPN ഭരതൻ എന്ന ഭരതേട്ടന്റെ പ്രധാന പരിപാടി. അപ്പോൾ ആ ഭരതേട്ടന്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് മനേഷ് മൂർത്തിയുടെ കൂടെ ചെന്നൈ വരെ ഒന്ന് പോയി വരാം. ചെന്നൈയിൽ ഇന്ന് ചെന്നൈയിലുള്ളൊരു മലയാളി എസ് പരിചയപ്പെടാം. ഭരതൻ എസ്. 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഇന്നസെൻ്റ് അവതരിപ്പിച്ച കഥാപാത്രം, കോമഡി കഥാപാത്രമായിട്ടുള്ള ഭരതൻ എസ് അല്ല കേട്ടോ. മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം തമിഴ്നാട് പോലീസിൽ SI ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൃത്യമായി തന്നെ ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഭരതൻ എസ് വിശേഷങ്ങൾ അറിയാം. അതാണ് ഭരതേട്ടൻ, KPN ഭരതൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വിശേഷ ദിവസങ്ങൾ, ഓണം, വിഷു അതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ റോഡരികിൽ അശരണനായിട്ടിരിക്കുന്ന ആളുകൾക്ക് സഹായങ്ങൾ എത്തിക്കുക, ഭക്ഷണം എത്തിക്കുക. പ്രധാനം അത് തന്നെയാണ്, ഭക്ഷണം എത്തിക്കുക എന്നതാണ്. ചെന്നൈയിൽ മാത്രമല്ല കേട്ടോ, പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലും അദ്ദേഹം ഈ രീതിയിലുള്ള സഹായങ്ങൾ എത്തിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. കുട്ടിക്കാലത്തുള്ള ജീവിത പ്രയാസങ്ങളിൽ കൂടെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് രണ്ടാമത് മിലിറ്ററി സർവീസിലിരിക്കുമ്പോൾ ശ്രീലങ്കയിൽ പോയപ്പോൾ അവിടെ ഉള്ള ഈ തമിഴ് ജനത പെട്ട കഷ്ടപ്പാടിൻ്റെ വളരെ ദയനീയ ഒരവസ്ഥ കണ്ടപ്പോൾ, കുട്ടികൾക്കൊന്നും ഭക്ഷണവും കാര്യമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഞാനും അവിടെ 6 വർഷം സർവീസ് ചെയ്തതിൻ്റെ പേരിൽ അവിടുത്തെ ആ ദയനീയ കാഴ്ചയെ കൂടിയാണ് പ്രത്യേകമായിട്ട് മനസ്സിൽ എല്ലാവിധ ആഘോഷ പരിപാടിയും, മീനിങ് ഓണം, വിഷു, പൊങ്കൽ, ക്രിസ്മസ്, ദീപാവലി, റംസാൻ, എല്ലാ ജാതി മതത്തിനൂടെ എല്ലാവിധ ആഘോഷങ്ങളും എവിടെയാണ് ഞാൻ ഉണ്ടാകുക അവിടെ ഞാൻ പൊതുവായിട്ട് സ്വന്തം വീടുകളില്ലാണ്ട് ദയനീയ അവസ്ഥയിലിരിക്കുന്ന അവശതയായ ആൾക്കാരെയൊക്കെ നോക്കി എത്ര ദൂരം എന്നുള്ള ഉദ്ദേശമില്ല. മിലിറ്ററിയിൽ നിന്ന് റിട്ടയറായി ചെന്നൈയിലെത്തിയതിന് ശേഷം ചെന്നൈ പോലീസിലാണ് പിന്നീട് ഭരതേട്ടൻ SI ആയിട്ട് ജോയിൻ ചെയ്തത്. ഒരു വലിയ പ്രത്യേകത, മുഖ്യമന്ത്രിമാരായിരുന്ന കരുണാനിധിയുടെയും അതുപോലെ തന്നെ ജയലളിതയുടെയും ഒക്കെ പേഴ്സണൽ ബോംബ് സ്ക്വാഡിലെ SI ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് കഥകളുമുണ്ട് ഈ ഭരതേട്ടൻ്റെ ഒരു ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ. അത്തരത്തിലുള്ള ഒരുപാട് കഥകളും അത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മകളും. ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ
ദുരിതം ഉണ്ടായ സമയത്ത് അവിടെ ആദ്യഘട്ടത്തിൽ കുറേ തുണി എത്തിച്ചു. അതിനുശേഷം ഏകദേശം ഒരു 70,000 രൂപയുടെ ഫർണിച്ചറുകൾ ഒക്കെ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളുകളൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഭരതേട്ടനെ സംബന്ധിച്ച് ഭരതേട്ടൻ്റെ പെൻഷൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ചെലവുകളെല്ലാം, ഈ പറഞ്ഞ സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ പ്രത്യേകത കൂടിയുള്ളൊരു മനുഷ്യനാണ്. മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണാം. ചെന്നൈയിൽ നിന്ന് ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. അപ്പോൾ അതാണ് ഭരതൻ എസ്ഐയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്താണ് പറയുക, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ, പോലീസ് സേനയിലും ഒക്കെ അത്തരമുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷമാണ്.